എക്സാമിൻ്റെ ടൈം അങ്ങോട്ടായാൽ എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം, സാർ എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യോ, എന്തെങ്കിലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഒന്നാണ് ഗസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നാണ് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇതെന്താ മക്കളെ, ഇതെൻ്റെ സ്വന്തം എൻ്റെ മാത്രം ഒരു പ്രഡിക്ഷനാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ വാട്ടർ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നും ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രെഡിക്റ്റ് ചെയ്യുകയാണ് മക്കളെ. നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് നമ്മൾ മാക്സിമം സെർച്ച് ചെയ്ത് മാക്സിമം റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. വെറുതെ അങ്ങോട്ട് എന്താ പറയുക, വെറുതെ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യല്ല, നമ്മൾ വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ പഠിച്ചു വെച്ചോ. എന്തിനെക്കുറിച്ച് ആദ്യം പഠിക്കുക, ഈ കാര്യം പഠിക്കുക. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പറയുക. എന്താ മക്കളെ? യെസ്, എടാ കാറിൻ്റെ റേഡിയേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴിക്കുന്നു. അല്ലെങ്കിൽ ചൂടായ വസ്തുക്കൾ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, വെള്ളം ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ വരും സാറേ, വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വ്യക്തമായിട്ട് എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നു, ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, ഒന്നാമതായിട്ട് ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്തരത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. വെള്ളത്തിൻ്റെ ആ സിറ്റുവേഷനിൽ എന്തുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നു എന്ന്, വാട്ടർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ഏത് സിറ്റുവേഷൻ ചോദിച്ചാലും മക്കൾ പറയണം ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ട ഒരേ ഒരു വാക്ക്, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്തായാലും വരേണ്ട വാക്ക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ജലത്തിൻ്റെ താപധാരിത എന്ന് പറഞ്ഞ ഈ വാക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. ആൻഡ് ആൻസർ ചെയ്യുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുക, മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ബാക്കി ആരോ ആയിക്കോട്ടെ, വേറെ ആരോ ആയിക്കോട്ടെ, അവരൊക്കെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. നിങ്ങൾ ആരും പറയരുത് വാട്ടറിന് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. വാട്ടറിനുണ്ട് ഹീറ്റ് കപ്പാസിറ്റി, കെറോസിനുണ്ട് ഹീറ്റ് കപ്പാസിറ്റി, ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എന്താണ് അവിടെ പോയിന്റ്? വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താ മക്കളെ? കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ബാക്കിയുള്ള ആളുകളെക്കാൾ വളരെ വളരെ ഉയർന്ന ഹീറ്റ് കപ്പാസിറ്റിയാണ്. ക്ലിയർ അല്ലേ? റെഡി? അപ്പോൾ അങ്ങനെ അവർക്ക് എന്താണ്, താപം താങ്ങാനുള്ള കഴിവ് കൂടുതലാണെന്ന് പറഞ്ഞാൽ മതി. അതാണ് ഹീറ്റ് കപ്പാസിറ്റി. ആ വാക്കിൽ തന്നെ എന്തുണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. ആൻഡ് മൂവിങ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഫസ് ടെൻഷൻ വെച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇങ്ങനെയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു, എങ്ങനെ പറഞ്ഞത്? യെസ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അസ്യൂംസ് സ്ഫെറിക്കൽ ഷേപ്പ്. വൈ? സ്മാൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ജലകണങ്ങൾ, ചെറിയ ജലത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടതും സർഫസ് ടെൻഷൻ വെച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതെന്താ ക്വസ്റ്റ്യൻ? യെസ്, ജലത്തിന് മുകളിലൂടെ ചെറിയ ചെറിയ ജീവികൾക്ക് സഞ്ചരിക്കാൻ കഴിയും, നടക്കാൻ കഴിയും. എന്തുകൊണ്ട് ചോദിച്ചാലും ഒരേ ഒരു ആൻസർ സർഫസ് ടെൻഷൻ. നോക്കാം. അല്ലെങ്കിൽ പ്രതലബലം. നോക്കടാ, നമുക്കറിയാം എന്താണ് പ്രതലബലം ചോദിച്ചാൽ, ഒരു സർഫസിലുള്ള അല്ലേ, വാട്ടർ സർഫസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതാളായിക്കോട്ടെ, അവരുടെയൊക്കെ സർഫസിൽ എന്തുണ്ട് മക്കളെ? ജലകണങ്ങളുണ്ട് അല്ലേ? ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെയൊക്കെ ജലകണങ്ങളുണ്ട് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ സെൻറ്ററിലുള്ള ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഡയറക്ഷനിലേക്കും എന്തുണ്ട്, മറ്റാളുകളുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. എന്നാൽ ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് ലെഫ്റ്റ്, റൈറ്റ്, താഴേക്ക് മാത്രമേ ഉള്ളൂ. മുകളിലേക്കില്ല. ഇവർക്കൊന്നും മുകളിലേക്ക് എന്തില്ല, നോ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പം എന്ത് ചെയ്യും? അവിടെ നമുക്ക് വലിച്ചു കെട്ടിയ ടാർപ്പായ പോലെ, വലിച്ചു കെട്ടിയ ഒരു മെമ്പറൈൻ പോലെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് വെച്ചാലും ആ ടാർപ്പായുടെ ആ ഒരു വലിച്ചു വെച്ച ആ സ്ട്രക്ചർ കൊണ്ട് അത് തളരാതെ നിൽക്കും. ക്ലിയർ ആയോ? സോ അതാണ് സർഫസ് ടെൻഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു വെക്കണം. ആൻഡ് ഈ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നു, മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നോക്കടാ, മിനിമം ആക്കാൻ അല്ലേ, മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ നമുക്കറിയാം അതെന്താണ്, സർഫസ് ഏരിയ മിനിമം ആക്കുക, മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കുക, വിച്ച് മീൻസ് സർഫസ് ഏരിയ കുറച്ചാക്കുക അല്ലേ, പ്രതല വിസ്തീർണം വളരെ കുറയ്ക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, സ്ഫെറിക്കൽ ഷേപ്പ് ആക്കും. ഗോളാകൃതിക്ക് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ ഉള്ള രൂപം ഏതാ ചോദിച്ചാൽ നമ്മൾ പറയണം അത് ഗോളാകൃതിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രതല വിസ്തീർണമുള്ള ആകൃതി ഏതാ ചോദിച്ചാൽ നമ്മൾ പറയണം ഗോളാകൃതിയാണ്, സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് പറയണം. ക്ലിയർ ആയോ? സോ നിങ്ങൾ ഈ രീതിയിൽ ആൻസർ ചെയ്യണം. ഞാനിവിടെ മെൻഷൻ ചെയ്ത വാക്കുകളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടേതായ എന്ത് ചെയ്യുക, ഒരു ആൻസർ ചെയ്യുക. സോ completed അല്ലേ, all set. So
ഇതാണ് നമ്മുടെ ആ ചാപ്റ്റർ എന്നുള്ള പ്രഡിക്ഷൻ. ഇതുപോലെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാനുണ്ട്. എന്തായാലും മക്കളെ ഉറപ്പിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വന്നിരിക്കും, ഉറപ്പ്. ഇതിലപ്പുറം ഒരു ഉറപ്പ് എനിക്ക് തരാമല്ല. സുഹൃത്തുക്കളെ, അത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത് വരും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.